ഗുഡ് മോർണിംഗ്. ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 32 പോയിൻ്റ് ഡൗൺ ആണ്. ഡോളർ ഇൻഡെക്സ് 100 വന്നിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. ഏകദേശം ഇവിടെ വന്നപ്പോൾ 100 കാണിച്ചതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഈ 100ൻ്റെ മുകളിൽ പോകുന്നത് ഹെവി റിസ്ക്കാണ്, മാർക്കറ്റിന് നെഗറ്റീവ്സ് ഉണ്ടാക്കും. പക്ഷേ ഇന്നലെ മാർക്കറ്റ് കാലത്ത് 1 മണിക്കൂറിന് ശേഷം റിക്കവറിയിലേക്ക് വരികയും ചെയ്തു. ഇവിടുത്തെ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ ഇതിൽ വീണ്ടും ഇതിന് ഹൈയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് നെഗറ്റീവ് ആവും എന്നുള്ളത്. ഇനിയും അത് ഒരു ഫണ്ടമെൻ്റൽ എത്തിക്സാണ്. മാർക്കറ്റിൽ ട്രേഡേഴ്സ് വിചാരിച്ചുള്ള മൂവ്മെൻറ്റുകൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അപ്പോഴും നമ്മുടെ സപ്പോർട്ടും നമ്മളെ DMA ഒക്കെ നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ 100 റുപ്പീസിലേക്ക് 100 റുപ്പീസ് ഓപ്പൺ ഇൻട്രസ്റ്റ് 100. അപ്പം 107 ആയിരുന്നു ട്രംപ് ഉള്ളപ്പോൾ, 100ലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സുപ്രീം കോടതിയിൽ താരിഫ് അയാളുടെ സ്വന്തം കഴിവിൽ അല്ലെങ്കിൽ അമേരിക്കൻ കോൺഗ്രസ്സുമായിട്ട് സംസാരിക്കാതെ എടുത്ത തീരുമാനങ്ങളിൽ, താരിഫ് സംബന്ധമായ തീരുമാനങ്ങൾ സുപ്രീം കോർട്ടിൻ്റെ വിധിയാണ് വരാൻ പോകുന്നത്. അത് 5-ാം തീയതിയാണ്, 5th. അപ്പോൾ ഇത് മാർക്കറ്റിനെ ഹെവി രീതിയിൽ ബാധിക്കാം. ഒന്നുമില്ല, നമ്മളെ സംബന്ധിച്ച് ഇത്ര വലിയ പ്രധാനമായിട്ട് ഇത് എടുക്കുന്നില്ലെങ്കിലും അമേരിക്കൻ മാർക്കറ്റുകളിൽ ഹെവി നെഗറ്റീവായിട്ട് വന്നാൽ തന്നെ, സുപ്രീം കോടതിയുടെ വിധി നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിന് ഇത് വളരെ നെഗറ്റീവായിട്ട് മാറും. മറക്കരുത്, അമേരിക്കൻ മാർക്കറ്റിന് ഇത് വളരെ നെഗറ്റീവായിട്ട് മാറും. അമേരിക്കൻ മാർക്കറ്റ് വീഴുമ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനും അത് ചിലപ്പോൾ താഴ്ചയായിട്ട് മാറാം, ഒരു എന്താ പറയുക, ടൈം ബീങ്ങിൽ. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ 1-2 ദിവസം. പക്ഷേ ബേസിക് ഇത് നമ്മളെ പ്രധാനപ്പെട്ടല്ല ബാധിക്കുന്നത്, ഇത് അമേരിക്ക തന്നെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ ന്യൂസ് വരുന്നവരെ മാർക്കറ്റിൽ അൺസർട്ടനിറ്റി ഭയങ്കര അധികമാണ്. ഗോൾഡ് ഓൾറെഡി കുറച്ച് അപ് ട്രെൻഡിലുമാണ്. ഓക്കെ, അറിയില്ല എന്തൊക്കെയാണ് വരുന്നത്, നമുക്ക് ഈ ന്യൂസ് അറിയില്ല. പക്ഷേ ഈ താരിഫിനെതിരെ സുപ്രീം കോടതി വിധി വരികയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിന് ഭയങ്കര നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ച് കുറച്ച് സമാധാനമൊക്കെ ആണെങ്കിലും, പക്ഷെ വേൾഡ് മാർക്കറ്റ് വീഴുമ്പോൾ ചിലപ്പോൾ ഒപ്പത്തിനൊപ്പം മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡോളർ എഗൈൻസ്റ്റ് റുപ്പി നോക്കുമ്പോൾ 88.78 ഹൈ തന്നെയാണ്. വലിയ വേരിയേഷൻ ഉണ്ടായെങ്കിലും ഹൈ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. FIS സംബന്ധിച്ച് അത് നെഗറ്റീവായിട്ടാണ് എടുക്കുക എന്നുള്ളത് മറക്കരുത്. അപ്പോൾ ഫോറിൻ ഡാറ്റ എടുത്ത് നോക്കിയാലും ഇന്നലെയും FIS ഏകദേശം 1883 കോടിയുടെ നെറ്റ് സെല്ലിങ് തന്നെയാണ്. ഓക്കെ, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സഹായിച്ചതുകൊണ്ട് എന്ന് പറയാം. ഈ ഒരു ഇത് തമ്മിൽ ഈക്വലൈസ് ചെയ്യുമ്പോൾ ന്യൂട്രലാണ്. എന്നിട്ടും മാർക്കറ്റ് കത്തിക്കറിയുന്ന കാരണം നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകതയാണ്, ഏതെങ്കിലും കുറച്ച് സെക്ടർ മാത്രമായിട്ട് വലിച്ച് മാർക്കറ്റ് അപ്റ്റൻഡാക്കാൻ പറ്റുന്നൊരു സിസ്റ്റം നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ തുടരാൻ തന്നെയാണ് സാധ്യത. ഇങ്ങനത്തുള്ള മൂവ്മെൻറ്റാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനോ അത് ഓപ്പറേറ്റേഴ്സ് വിചാരിച്ചാൽ അപ്റ്റൻഡാക്കാവുന്നേ ഉള്ളൂ നമ്മുടെ മാർക്കറ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി ഇന്നലെയും നെഗറ്റീവ് ട്രെൻഡ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 9 മണിക്ക് ഓർഡർ ഇടാൻ പറ്റുന്നു, 9:08 അത് മാർക്കറ്റിൽ ഒരു റേറ്റ് കൺഫേം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇപ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് ഈക്വിറ്റി മാർക്കറ്റിലായിരുന്നു. ഇനി അത് ഫ്യൂച്ചർ മാർക്കറ്റിലും അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട്. ഫ്യൂച്ചർ മാർക്കറ്റിലേക്ക് 9 മണിക്ക് തൊട്ട് ഫ്യൂച്ചറും ചിലപ്പോൾ നമുക്ക് ഓർഡർ ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു തോന്നുന്നു. ഏകദേശം ന്യൂസ് പുറത്ത് വന്നു തുടങ്ങിയിട്ട് കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഇതും പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. സൈഡ് വൈസ് മാർക്കറ്റിനാണ് സാധ്യത കൂടുതൽ. എങ്കിൽ തന്നെ നമുക്ക് ന്യൂസുകളൊക്കെ നമുക്ക് നെഗറ്റീവാണ്. ഡോളറിൻ്റെയൊക്കെ നെഗറ്റീവ് ന്യൂസ് വന്നുകൊണ്ട് തന്നെ കൂടുതലും റേഞ്ചുകൾ പൊട്ടിയാൽ കൂടുതലും താഴത്തേക്ക് പോകാനുള്ള സാധ്യത കൂടും. കാരണം പ്രത്യേകിച്ച് നാളെ 5-ാം തീയതി ന്യൂസുകൾ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നില്ല. 5-ാം തീയതി വന്ന ന്യൂസുകൾ, അമേരിക്കൻ ന്യൂസ്, ഇതൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ്.
US ഡോളർ ഇൻഡെക്സ് അപ്പാണ്. ഇതൊക്കെ വരുമ്പോൾ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു വല്ലാത്തൊരു ഇഷ്യൂ ടെൻഷനും മാർക്കറ്റിലുകൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും റേഞ്ച് ബോണ്ടായിരിക്കാനും മാർക്കറ്റ് എപ്പോഴും താഴെ വന്നാൽ തിരിച്ചത് ബൈ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചാണ്. കൂടുതൽ റേഞ്ചുകൾ പൊട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളെ സപ്പോർട്ട് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് നിൽക്കുക, സപ്പോർട്ട് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, താങ്ക് യു.